ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഓൾറെഡി എൻ്റെ ചാനലിൽ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനൊക്കെ കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കാമായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ കുറേ നാളായി ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര കാമായിട്ട് പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു കാമായിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതുപോലെയൊക്കെ ആക്ട് ചെയ്തിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ കരുതി കുറച്ച് വെഡ്ഡിങ് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഫാമിലി കുറച്ചും കൂടെ വലുതായി. അപ്പോൾ ഇത്ര നാളും ഞാനും പപ്പയും ചേട്ടനും ഉള്ള ഫാമിലിയിലോട്ട് ഇപ്പോൾ ഒരാളും കൂടെ വന്നു. ശരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരു രസമൊക്കെ ഉണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, പണ്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വെഡ്ഡിങ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ വിചാരിച്ച പോലൊക്കെ നന്നായിട്ടൊക്കെ നടത്താൻ പറ്റി. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോയത്. തലേദിവസം തന്നെ നാട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു. നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, നമ്മൾ വിളിച്ച ഏറെക്കുറെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നായിരുന്നു ഡേറ്റ് എടുത്ത് വെക്കാം. നമ്മൾ കല്യാണം നടത്തണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ പെട്ടെന്ന് നമ്മൾ അന്ന് തന്നെ പോയിട്ട് ഇതേപോലെ നോക്കിച്ചു. പെട്ടെന്ന് നമുക്കൊരു 1 month ഗ്യാപ്പിൽ തന്നെ പെട്ടെന്ന് നമുക്കൊരു ഡേറ്റ് കിട്ടി. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഡെക്കറേഷൻസ്, സ്റ്റേജ്, ഹോള്, അമ്പലം, അതേപോലെ തന്നെ ഡ്രസ്സ്, മേക്കപ്പ്, ഫുഡ്, അങ്ങനെ കുറേ ഇതുണ്ടല്ലോ. കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഓടി നടന്നിട്ടാണെങ്കിലും നമ്മളെല്ലാം ഒരുവിധം എല്ലാവരും ഹാപ്പി ആവുന്ന രീതിയിൽ ഭയങ്കര ചെറുതായിട്ട് ഏറ്റവും ക്ലോസ് ആൾക്കാരെ മാത്രം നമ്മൾ വിളിച്ച് ചെറുതായിട്ടൊരു കല്യാണം നമ്മൾ നടത്തിയെങ്കിലും നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്യാവശ്യം വിളിച്ചവരൊക്കെ വന്നു. പിന്നെ ഫുഡൊക്കെ നന്നായിരുന്നു, എല്ലാവരും പറഞ്ഞു. ഞാൻ പക്ഷെ ഫുഡൊന്നും ഒരു 2 വാ ചോറൊന്നും ഞാൻ കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം ഇപ്പം വേറൊരു വീട്ടിൽ കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി ആയിട്ട് നമുക്ക് രാവിലെ പോകാം, നമുക്ക് അവിടെ ചെന്ന് ഫുഡ് കഴിക്കാനായിട്ട് നല്ല സമയമുണ്ട്, നമുക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റും. പക്ഷേ വീട്ടിലെ കല്യാണം ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. ഭയങ്കര ഓടി നടന്ന് ഇങ്ങനെ അത് കഴിയുന്നിടം വരെ ഭയങ്കര ഒരു സ്ട്രെസ്സായിട്ടാണ് നിന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് കഴിക്കാൻ ഭക്ഷണമൊന്നും ശരിയായൊന്നുമില്ല. എനിക്കൊന്ന് കല്യാണത്തിന് 2 ദിവസം മുന്നേ തൊട്ട് ഇപ്പം വരെയും എൻ്റെ ഫുഡൊന്നും പ്രോപ്പറല്ല, എൻ്റെ ഉറക്കം പ്രോപ്പറല്ല. അതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഞാൻ ആകെപ്പാടെ ഒരു അവസ്ഥയിലിരിക്കുവാണ്. ഇനി പഴയതുപോലെല്ലാം ഒന്ന് സെറ്റായി വരണം. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം നമുക്കൊരു ഫാമിലിയായി, അച്ചേട്ടനൊരു ഫാമിലിയായി. നമുക്ക് നല്ലൊരു ഫാമിലി, നല്ലൊരു ചേച്ചിയെ കിട്ടി. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. പപ്പയും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാം നന്നായിട്ടൊക്കെ നടന്നു. ഡ്രസ്സ് എടുക്കാൻ പോകുന്നായാലും ഡ്രസ്സ് എനിക്കത് പപ്പയുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ ഭയങ്കര പെട്ടെന്ന് ചെന്ന് പപ്പയ്ക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഡ്രസ്സ് നമ്മൾ നോക്കി പെട്ടെന്ന് തന്നെ കിട്ടിയത്. ഞാൻ ജയലക്ഷ്മിയിലും പോത്തീസിലും ഷീമാട്ടിയിലും ഒക്കെ ഞാൻ ഡ്രസ്സ് നോക്കാൻ പോയായിരുന്നു. എനിക്ക് സാരീസിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. പിന്നെ വേറെ എന്തിടാനാണെന്ന് എനിക്കങ്ങനെ പെട്ടെന്നുള്ളതായതുകൊണ്ട് സാരി ഉടുക്കാൻ എനിക്കിഷ്ടമായിരുന്നു. ഞാൻ അങ്ങനെ അധികം സാരി ഉടുക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഒക്കേഷണലി എന്തെങ്കിലും ഇത് വരുമ്പോൾ സാരി ഉടുക്കാൻ എനിക്കിഷ്ടമാണ്, ഉടുത്ത് കാണാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ സാരി ഉടുക്കാമെന്ന് തന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെ എനിക്ക് ഓഫ് വൈറ്റ് കളർ സാരി ഇഷ്ടമുണ്ട്. അതൊരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ലുക്ക് തരുന്ന ഒരു സാരി ആണെങ്കിലും ഞാനതിന് ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് മറ്റേ സരസ്വതിയുടെ ജ്വല്ലറി ഒക്കെ ഇട്ട് ഞാനത് ഒരു ട്രഡീഷണൽ വൈബിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഞാൻ റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുത്തത് മിലാൻ ഡിസൈൻസ് എന്നാണ്. മിലാനിൽ നിന്നാണ് എടുത്തത്, നമ്മുടെ MG റോഡിൽ. അത് ഞാൻ തന്നെ പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തു, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് എൻ്റെ ഒരു ഐഡിയാസിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഫുഡും കാര്യങ്ങളും ബാക്കി പരിപാടീസ് എല്ലാം. ലൈറ്റ്സ് കുറവാണ്, ഇന്ന് മഴയാണ്ട് കുറച്ച് ഡള്ളായിട്ടിരിക്കുവാണ് എറണാകുളം മൊത്തം. പോയി അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ശരിയായെന്ന് വിചാരിക്കും. അപ്പോൾ മഴയാണ്ട് അതിൻ്റെ ഒരു ഡൾനെസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നിർത്തിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ നന്നായിട്ടൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അച്ചുവേട്ടനാണെങ്കിലും അച്ചുവേട്ടൻ്റെ ഡ്രസ്സ്
നമ്മുടെ ഇവിടെ കടവന്ത്രയിലാണ്, എളംകുളത്താണ് ചെയ്യിച്ചത്. അവർ നന്നായിട്ട് ഷർട്ടൊക്കെ നന്നായിട്ട് ചെയ്തു തന്നു. പിന്നെ എന്താണ്, പിന്നെ ഭയങ്കര സന്തോഷം, ഇങ്ങനെ കല്യാണം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണമായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലിങ്ങനെ പരിപാടിയൊന്നും നടന്നിട്ടില്ല. നമ്മുടെ ഫാമിലിയിൽ നടന്നിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ അങ്ങനെ നമുക്ക് അങ്ങനെ വേറെ പരിപാടിയൊന്നും നടന്നിട്ടില്ല. അപ്പം നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്ത് ഇരുന്ന ഒരു കല്യാണമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവർ 4-5 വർഷത്തെ റിലേഷൻഷിപ്പായിരുന്നു. അപ്പം അത് ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ വീട്ടുകാരും നമ്മളെല്ലാവരും കൂടെ അത് ഭംഗിയായിട്ട് നടത്തി. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന് നമ്മൾ കല്യാണം ഭയങ്കര എൻജോയ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എന്തോ വലിയൊരു കല്യാണം കഴിയുമ്പോഴത്തെ തന്നെ ഒരു വലിയ എന്തോ കാര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് നടന്നു. അത് കഴിഞ്ഞു, ഒരു സുനാമി വന്നു പോയതുപോലെ അത് നടന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറയേണ്ടത്, അപ്പം ഞാൻ ആ ഒരു ക്ഷീണം, ആ ഒരു തിരക്കും അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കാരണം ഞാനിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മരുന്നൊക്കെ എടുത്ത് ഗുഡ് ഗേളായിട്ട് ഞാൻ വരുന്നതേ ഉള്ളൂ. അതാണ് എൻ്റെ കണ്ണിലുമൊക്കെ ഒരു ഉറക്ക ക്ഷീണം, എൻ്റെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ട്, ഞാൻ ബോഡിയും ഹെയറും മുഖമൊക്കെ ശ്രദ്ധിച്ചിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി വെറുതെ ഒരു വീഡിയോ എടുക്കാം. ഞാനത് അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം, അങ്ങനെ വിചാരിച്ചു. പിന്നെ എന്താണ്, കല്യാണ വ്ളോഗൊക്കെ എല്ലാവരും കണ്ടു കാണും, റിസപ്ഷൻ വ്ളോഗ് കണ്ടു കാണും. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണം എൻ്റെ വീഡിയോ. ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേകം വീഡിയോഗ്രാഫർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ഫോണിൽ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു ഇതിലാണ് ഞാനെടുത്തൊരു എഫേർട്ടിലാണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കാണിക്കാത്ത ഒരുപാട് പേര് വന്നവർ ഒക്കെ വീഡിയോയിൽ ഇല്ലാതെ പോയവരുണ്ടാകാം, വന്നിട്ടും വീഡിയോയിൽ ഇല്ലാതെ പോരെ. എല്ലാവരും ഒന്നും ഓടി നിന്ന് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പിന്നെന്താണ്, സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു, ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു. പിന്നെന്താ, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നാളെ ഇന്നിപ്പോൾ ഏതാ ഡേ, ഇന്ന് സൺഡേ ആണ്. ആ സൺഡേ ആയിട്ട് വീട്ടിലിങ്ങനെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കുവാണ്. എന്നും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട്, മൈൻഡൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു കാമായിട്ട് ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് പതിവായിട്ടുള്ള ജോലിയെല്ലാം ചെയ്തു, ചോറൊക്കെ വെച്ചു, കറിയൊക്കെ വെച്ചു, വീടൊക്കെ വൃത്തിയാക്കി തൂത്തുവായി തുടച്ചു, എന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല. നാളെ വിഷു ആണ്. അപ്പോൾ നാളത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം. ഞാൻ ക്യാമറ നോക്കിയാണോ സംസാരിക്കുന്നത്, അല്ലല്ലോ. അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എന്താണ്, കുറേ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല. കുറേ എന്തൊക്കെയോ പറയാനുണ്ട്. എന്തായിരുന്നു ഇത്രയൊക്കെയുള്ള എല്ലാം നന്നായിട്ടൊക്കെ പോയി. എല്ലാവരും പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ വൈകിട്ട് കല്യാണം കഴിഞ്ഞ് ഇവർ വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഞാൻ പുറത്തൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും യാത്രയാക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എല്ലാവരും പോയി തിരിച്ച് നമ്മുടെ വീട് 2 ദിവസം ഭയങ്കര ബഹളമൊക്കെ ആയിട്ടിരുന്നിട്ട് എല്ലാവരും പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ബാക്ക് ടു നമ്മൾ വർക്കിലേക്ക് തന്നെ നമ്മളെല്ലാവരും പഴയതുപോലെ നമ്മുടെ വീട് പോകാൻ പോകുന്നു. അപ്പോൾ ഞാനിതുവരെ വർക്കിന് പോയിട്ടില്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ മെഡിസിനൊക്കെ എടുത്തിട്ടിരിക്കുവാണ്. അപ്പോൾ ഇനി വർക്കിനൊക്കെ പഴയതുപോലെ കയറണം, കുറച്ചുകൂടെ ഒക്കെ എനർജറ്റിക് ആയിട്ട് നിൽക്കണം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മളെന്താണോ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മളത് ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഭയങ്കര കാമായിട്ടിരിക്കാൻ ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ കാമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കല്യാണ വിശേഷങ്ങൾ. ചേച്ചിയൊക്കെ ഉണ്ട്, ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി ഇപ്പോൾ വീട്ടിലേക്ക് ആലുവയിലേക്ക് പോയിരിക്കുകയാണ്. എന്തോ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സ്ഥലത്തൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ പപ്പയും തിരിച്ച് നാട്ടിൽ പോയി. പപ്പ ഇനി മേ ബി നെക്സ്റ്റ് വീക്ക് വരുമായിരിക്കും. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് പേരെ നമ്മുടെ ഫാമിലി ആണെങ്കിലും ഒക്കെ നമ്മൾ മിസ് ചെയ്തു. കാരണം ഒരുപാട് ഫാമിലിയിലുള്ള നമ്മുടെ കസിൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് പുറത്താണ് അവർക്ക്.
അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റിയില്ല. അങ്ങനെ കുറേ പേരെ നമുക്ക് കല്യാണത്തിന് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തവരൊക്കെ നമ്മൾ മിസ് ചെയ്തു. പക്ഷേ നമ്മളെല്ലാവരുടെയും സിറ്റുവേഷൻ അവർക്ക് ഇപ്പോൾ വന്നു പോകാൻ പറ്റത്തില്ല. നമ്മൾ കുറേ പേര് മിസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് കല്യാണം മിസ് ചെയ്തവരെയൊക്കെ. അപ്പോൾ നമ്മുടെ ചേച്ചിയാണെങ്കിലും പുറത്തുണ്ട്, നമ്മുടെ ഒരു കസിൻ ബ്രദർ പുറത്തുണ്ട്, നമ്മുടെ ചേട്ടൻ പുറത്തുണ്ട്, അങ്ങനെ പിന്നെ നമ്മുടെ അമ്മയുടെ ചേച്ചി, അങ്ങനെ കുറേ നമ്മൾ കല്യാണത്തിന് കുറേ പേര് വരാത്തതിലുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. മേ ബി അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ടൊക്കെ പോയേനെ. പക്ഷെ ഓക്കെ ആയിരുന്നു, കല്യാണം ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിട്ട് നമ്മൾ നടത്തി. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കല്യാണം മിസ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ വ്ളോഗ് എടുത്ത് വെച്ച് ഇങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പം ഇനി കറക്റ്റായിട്ട് വർക്കിന് പോയി തുടങ്ങണം. പഴയതുപോലെ ജോലിയെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കല്യാണത്തിൻ്റെ സെലിബ്രേഷൻസും പരിപാടികളും എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞ് പരിപാടികളൊന്നും ഇവിടെ കഴിയുന്നില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞു, ഇനി ഒരു കല്യാണം കൂടെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. കല്യാണത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിലപ്പോഴേ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ ഗൈസ്, ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. സോ അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നല്ലോ, എനിക്ക് മറന്നുപോയി ഞാൻ. അപ്പോൾ വേറൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ചെറുപറ കോളൊന്നും ഇരിക്കുന്നത്. അപ്പം വേറൊന്നുമില്ല. ഇനി ചോറ് കഴിക്കണം. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് ഉറങ്ങണം. ഉറക്കമൊന്നും ശരി എത്ര നാളായെന്നറിയോ ഉറങ്ങിയിട്ട്, എത്ര നാൾ ഉറക്കമൊന്നും വരുന്നില്ല. അപ്പോൾ ഉറങ്ങണം. പിന്നെന്താ, പിന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ, ഇത് നന്നായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരത്രയും എൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും സജഷൻസ് എൻ്റെ അടുത്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ആ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്ന്. അപ്പോൾ വരാൻ പറ്റാത്തവരെയൊക്കെ നമ്മൾ മിസ് ചെയ്തു. പക്ഷെ നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മുടെ കല്യാണം നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ സാരിയൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്കിങ്ങനെ അന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെ മൈൻഡിലോട്ട് ഇങ്ങനെ നമ്മളെല്ലാം വൃത്തിയാക്കി അടുക്കിപ്പൊത്തിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മെമ്മറിയൊക്കെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വൺസ് അഗൈൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, ലൈക്കും ചെയ്യണം. ലൈക്ക് ചെയ്തിട്ടേ വീഡിയോ കാണാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ ഗൈസ്, ബൈ.